രാജാക്കന്മാർ ഉടവാളേന്തി ദർശനത്തിനെത്തിയിരുന്ന ക്ഷേത്രസങ്കല്പം. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രഭൂമി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയതിനു ശേഷം എങ്ങനെയാണ് ഇവിടേക്ക് വരേണ്ടതെന്നും രാജാവ് ഇവിടേക്ക് എത്തിയാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും രാജാവിനോടൊപ്പമുള്ള പരിവാരങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുമൊക്കെ പല ശാസനങ്ങളിലും വളരെ വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത്രേ. രാജാവ് ക്ഷേത്രത്തിനുള്ളിലേക്ക് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടവാൾ സൂക്ഷിപ്പുകാരൻ ഉൾപ്പെടെ ഏതാണ്ട് 10-15 പേർ മാത്രമേ ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടാകാൻ പാടുള്ളൂ. രാജാവ് ക്ഷേത്രത്തിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്പിയിൽ നിന്ന് അർച്ചന പുഷ്പങ്ങൾ വാങ്ങി അർച്ചന ചെയ്തതിനു ശേഷം പ്രസാദം വാങ്ങിക്കുകയും തീർത്ഥം പ്രോഷണം ചെയ്യുകയും വേണം. അതിനുശേഷം തൃക്കൈ വൃത്തിയാക്കി നമ്പിക്ക് ദക്ഷിണ നൽകി പുറത്തേക്ക് വന്നാൽ പുരാണം വായിക്കുന്ന ആൾക്കാർക്കും ദക്ഷിണ നൽകണം. ദർശനം നൽകുന്ന രീതിക്കും അല്ലെങ്കിൽ ദർശിക്കുന്ന രീതിക്കും ഭഗവാനെ പ്രാർത്ഥിക്കുന്ന രീതിക്കും ഒക്കെ പ്രത്യേകിച്ച് നിഷ്ഠയുണ്ടായിരുന്നു പണ്ട് കാലത്ത്. അപ്പോൾ ഓരോരുത്തരും ഏതൊക്കെ വശത്ത് രാജാവിനോടൊപ്പം നിൽക്കുന്നവർ ഏതൊക്കെ ഭാഗത്താണ് നിൽക്കേണ്ടിയിരുന്നതെന്നും രാജാവിന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നും ഒക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പടിഞ്ഞാറ് ഗോപുരത്തിലൂടെ രാജാവ് പട്ടാളക്കാരുടെ അഭിവാദ്യം സ്വീകരിച്ച് പുറത്തേക്ക് പോയി തെക്കേ കൊട്ടാരത്തിലേക്ക് പോകുന്നത് വരെയുമുള്ള ചടങ്ങുകൾ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീകണ്ഠത്തപ്പനെ ഏറ്റവും നന്നായി പൂജിച്ചിരുന്ന പരമഭക്തനായ ഒരു തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ മഹാരാജാവാണ്. അദ്ദേഹമാണ് ഇവിടെ പല പരിഷ്കാരങ്ങളും കൊണ്ടുവന്നത്. ക്ഷേത്രത്തിൽ മേൽശാന്തിയെ കൂടാതെ മറ്റ് 6 ശാന്തിക്കാർ കൂടെ വേണമെന്നും അവർക്ക് 11 സ്വർണ്ണപ്പണം അവരുടെ കാര്യങ്ങൾക്കായി നീക്കിവെക്കുകയും ചെയ്തിരുന്നു സ്വാതി തിരുനാൾ രാജാവ്. അതിനോടൊപ്പം തന്നെ വിശേഷ അവസരങ്ങളിൽ ഒരു പണം കൂടുതലായി നൽകിയിരുന്നു. പ്രദോഷ വ്രതത്തിന്റെ കാര്യത്തിലും പ്രദോഷ പൂജകളും ഒക്കെ വളരെ വ്യക്തമായി നിഷ്ഠയോടും ചെയ്യണമെന്ന് നിഷ്കർഷിച്ചിരുന്നു സ്വാതി തിരുനാൾ മഹാരാജാവ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണപരിഷ്കാരങ്ങൾക്കൊപ്പം തന്നെ ഭരണപരിഷ്കാരങ്ങളുടെ എല്ലാ മാതൃകകളും കേട്ട് ആ ഭരണപരിഷ്കാരത്തിന്റെ വീരസ്മരണകൾ പുലർത്തുന്ന ക്ഷേത്രസങ്കല്പത്തിലാണ് നാം നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഐതിഹ്യ മഹാത്മ്യത്തിനൊപ്പം ശ്രീകണ്ഠത്തപ്പന്റെ ഈ മഹത്വമായ വിശേഷങ്ങൾ അറിയുന്നതിനോടൊപ്പം തന്നെ ചരിത്രത്തിന്റെ പ്രേരണകൾ നമ്മെ സ്പർശിക്കുന്നു. ഇത് തീർച്ചയായും സുഖമുള്ള ഒരവസ്ഥയാണ്.